വിശദമായ വാർത്തയിലേക്ക് തന്നെയാണ്. ഇസ്രയേലിൽ ജെറുസലേമിന് നേരെ രാത്രി തുടർച്ചയായ ആക്രമണം നടത്തിയ ഇറാൻ. പടിഞ്ഞാറൻ ജെറുസലേമിൽ 9 മരണം, 40 പേർക്ക് പരിക്ക്. തലസ്ഥാനമായ ടെൽ അവീവിൽ മണിക്കൂറുകൾ നീണ്ട ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇറാനിൽ ജനവാസ മേഖലയിലെ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. No way! Oh my God! No way! Oh my God! No way! വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ അടക്കം ഉയരുന്നൊരു സാഹചര്യമാണ്. ഒരു നേരം ഇരുട്ട് വെളുക്കുമ്പോഴേക്കും എന്തെല്ലാം അപ്ഡേറ്റ്സ് ആണ് പുതുതായി പുറത്തേക്ക് വരുന്നത്? കാർത്തു, യുദ്ധം 3-ാം ദിനം ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് വരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി എന്തായാലും ഇരു വിഭാഗങ്ങളിൽ നിന്നും തുടർച്ചയായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളെ തന്നെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഇസ്രായേലിൽ ഏറ്റവും തന്ത്രപ്രധാനമായി കണക്കാക്കുന്ന ജെറുസലേമിലെ പടിഞ്ഞാറൻ അതുപോലെ വടക്കൻ ജെറുസലേമിലേക്ക് രാത്രി മുഴുവൻ തുടർച്ചയായ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ജെറുസലേമിന് നേരെ നടന്നത് എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ജെറുസലേമിൽ നടന്ന ഈ ആക്രമണത്തിൽ 6 അല്ലെങ്കിൽ 9 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 40-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ്റെ വാർത്താ ഏജൻസി ആയിട്ടുള്ള IRNA തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയുണ്ടായി. പടിഞ്ഞാറൻ ജെറുസലേമിനും അതുപോലെ തന്നെ വടക്കൻ ജെറുസലേമിനും നേരെ രാത്രി തുടർച്ചയായ ആക്രമണം നടന്നിരുന്നു. അതുതന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തുകൊണ്ട് ജെറുസലേമിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൽ ഒരു ഇറാൻ വിജയമായി കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിലും ഇന്നലെ തുടർച്ചയായി രാത്രി മുഴുവനും ആക്രമണമുണ്ടായിരുന്നു. ഇപ്പോൾ പുലർച്ചെയും ഇസ്രായേലിൽ ടെൽ അവീവിലും അതുപോലെ തന്നെ ഖുദ്സ് മേഖലയിലും അതുപോലെ തന്നെ പലസ്തീനോട് അടുത്ത് കിടക്കുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഇടങ്ങളിൽ തുടർച്ചയായി ഈ വ്യോമാക്രമണത്തിന് മുന്നോടിയായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടെൽ അവീവിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് തുടർച്ചയായി നീണ്ടിരുന്നു. സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇസ്രായേലിലും ഇറാനിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ആ അടിയന്തരാവസ്ഥ ഇപ്പോൾ ഈ മാസം 12 വരെ നീട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇറാനിലും ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ കൂടുതലായും ആക്രമണം നടത്തുന്നത്. തിരിച്ചടി എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഈ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 ഇറാനിയൻ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതിലധികം നേരത്തെ തന്നെ 40-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടു എന്നും ഇറാൻ്റെ തസ്നീം എന്ന വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ അല്ലെങ്കിൽ ഓഫീസ് മേധാവി ആയിട്ടുള്ള ബാസിജ് മേജർ ജനറൽ ഷാഹിദ് മുഹമ്മദ് ഷിരാസി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സായുധ സേനയിലെ ജനറൽ സ്റ്റാഫിൻ്റെ അതായത് ഇൻ്റലിജൻസ് ഡെപ്യൂട്ടി ജനറൽ ഈ ചാരവിഭാഗം അടക്കമുള്ള ഇൻ്റലിജൻസ് ഡെപ്യൂട്ടി ജനറൽ ഷാഹിദ് സാലിഹ് അസദിയും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി അറിയുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ ആക്രമണങ്ങളിൽ നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ US പ്രസിഡന്റ് അറിയിച്ചിരുന്നു.
അതോടൊപ്പം തന്നെ ഇറാൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾക്ക് കടുത്ത പ്രഹരം ഏൽപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സൈന്യം അവകാശപ്പെട്ടു. ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രണ്ടാം ദിവസത്തെ ആക്രമണം അവസാനിച്ചപ്പോഴേക്കും ഇറാൻ്റെ ഈ തീവ്രവാദ ഭരണകൂടം എന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ഭരണകൂടം നിയന്ത്രിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾക്ക് കാര്യമായ രീതിയിൽ തന്നെ പരിക്ക് അല്ലെങ്കിൽ പോറലേൽപ്പിക്കാൻ കഴിഞ്ഞു. അതായത് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഈ കമാൻഡ് സെൻറ്ററുകളെ ആക്രമിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഏതായാലും നേതാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 48 അല്ലെങ്കിൽ 50 ഇറാനിയൻ നേതാക്കളെ ഈ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ 3-ാം ദിവസം വരേക്ക് ഇസ്രായേൽ വകവരുത്തി എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ടെഹ്റാനിലെ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ടെഹ്റാൻ്റെ ഹൃദയഭാഗത്തുള്ള ആക്രമണം ഇസ്രായേൽ നിർബാധം തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടെഹ്റാനിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടന്ന ഈ എയർ റൈഡ് അല്ലെങ്കിൽ വ്യോമാക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനം ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ ആശുപത്രി പൂർണ്ണമായും തകർന്നതായി തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ഈ ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രി നേരത്തെ തന്നെ അവിടെ നിന്ന് ജീവനക്കാരെയും രോഗികളെയും ഒഴിപ്പിച്ചിരുന്നു. വളരെ കുറച്ച് ജീവനക്കാർ മാത്രമാണ് ഈ ആശുപത്രിയിൽ ബാക്കി ഉണ്ടായിരുന്നത് ആക്രമണം നടക്കുമ്പോൾ. അതിനാൽ തന്നെ വലിയൊരു ദുരന്തം അല്ലെങ്കിൽ വലിയൊരു മരണസംഖ്യയിലേക്ക് എത്തേണ്ടിയിരുന്നതാണ് ഒഴിവായത്. എന്തായാലും ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു എങ്കിലും വലിയ രീതിയിൽ ആളപായം ഉണ്ടായിട്ടില്ല. ചെറിയ പരിക്കുകൾ മാത്രമാണ് ജീവനക്കാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്രമണത്തിന് പിന്നാലെ ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇറാനിലെ പോലീസ് സ്റ്റേഷന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പേരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാനിലെ മിനാബിലുള്ള പെൺകുട്ടികളുടെ വിദ്യാലയത്തിന് നേരെയായിരുന്നു. ഇറാനിലെ ആ വിദ്യാർത്ഥികളുടെ മരണം അതിപ്പോൾ മരണസംഖ്യ 180 ഉയർന്നിരിക്കുകയാണ്. അതായത് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ സ്കൂളിൽ മരിച്ച വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ ഗേൾസ് സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 180 എന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ ടെഹ്റാനിലെ ഗാന്ധി ഹോസ്പിറ്റലിന് നേരെ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചത് ഈ സ്കൂളിന് നേരെ പ്രയോഗിച്ച അതേ മിസൈൽ തന്നെയാണ് എന്നും ഈ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അതായത് ആദ്യ ദിവസം ഈ സ്കൂളിന് നേരെ തൊടുത്ത അതേ മിസൈൽ ഉപയോഗിച്ച് തന്നെയാണ് ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിയിൽ ഇന്നലെ ആക്രമണം അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലും ഈ ഒരു ആക്രമണം വ്യാപിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്രായേലിലെ ഹൈഫയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ താവളത്തെ ഇന്നലെ രാത്രിയും അതുപോലെ മറ്റുമായി ആക്രമിച്ചിരുന്നു. ആ ഇസ്രായേലി താവളത്തിലെ ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്ന് ലെബനനിലെ ഹെസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഇതിൽ ഇസ്രായേലി താവളത്തിലെ മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്ക് പുറത്ത് സൈപ്രസിലും മറ്റും ഇന്നലെ നടന്ന ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തവും ഇത്തരത്തിൽ ലെബനനും ഹെസ്ബുള്ളയും അടക്കമുള്ള ഗ്രൂപ്പുകൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിലെ ഈ ഹൈഫ നഗരത്തിലെ സൈനിക താവളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം തങ്ങളാണ് നടത്തിയത് എന്നിപ്പോൾ ഈ ലെബനൻ ആസ്ഥാനമായിട്ടുള്ള ഗ്രൂപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം അതോടൊപ്പം ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പുതിയ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും പിന്തുണ നൽകി എന്നുള്ളതാണ്. നേരത്തെ ഈ ഇസ്രായേലിന് അല്ലെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിന് തങ്ങളുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാനോ മറ്റോ ബ്രിട്ടൻ അമേരിക്കയെ സമ്മതിച്ചിരുന്നില്ല. മാത്രമല്ല അതിനോടൊരു എതിർപ്പുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെതിരായ ആക്രമണത്തിന് പ്രതിരോധ ആക്രമണങ്ങൾക്ക് അതായത് ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ മാത്രം തങ്ങളുടെ സൈനിക താവളങ്ങൾ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി US
എസിന് UK നൽകി എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കയർ സ്റ്റാർമർ അറിയിച്ചു. മേഖലയിലുടനീളം ഇറാൻ ഇത്തരത്തിൽ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ നിരപരാധികളായ സാധാരണക്കാരെ കൊല്ലുന്നതും ഈ യുദ്ധത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലാത്ത രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്നതും തടയുന്നതിനുമാണ് ഇപ്പോൾ US ഇത്തരത്തിലൊരു അഭ്യർത്ഥന സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടൻ ഇത്തരത്തിൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ വിട്ടുകൊടുത്തിരുന്നില്ല. ഇപ്പോൾ ബ്രിട്ടൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെങ്കടൽ അടക്കമുള്ള ഇടങ്ങളിൽ ഫ്രഞ്ച് കപ്പലുകളും ഇത്തരത്തിൽ US ആവശ്യമായ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയൻ ചെങ്കടലിലുള്ള ഒരു നാവിക ദൗത്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 2 ഫ്രഞ്ച് കപ്പലുകൾ വിട്ടു നൽകിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടി സമുദ്ര ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നത് കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഫ്രാൻസ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലും അതുപോലെ തന്നെ ചെങ്കടലിലും ഈ വ്യാപാരം ഏറ്റവും അധികം നടക്കുന്ന സ്ഥലമാണ്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചരക്ക് നീക്കവും അതുവഴി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സുമാണ് ചെങ്കടൽ വഴിയുള്ള വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം നൽകുക എന്നതിൻ്റെ കൂടി ഭാഗമായാണ് യൂറോപ്യൻ യൂണിയൻ ഈ ചെങ്കടലിലെ നാവിക ദൗത്യം ശക്തിപ്പെടുത്തുന്നത്. അതിനിപ്പോൾ ഫ്രാൻസ് തങ്ങളുടെ 2 യുദ്ധക്കപ്പലുകൾ വിട്ടു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത വരുന്നത് ലെബനൻ ഇത്തരത്തിൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രായേൽ അതായത് ലെബനൻ്റെ തലസ്ഥാനം ആയിട്ടുള്ള ബെയ്റൂത്തിലേക്ക് റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ വഴി ആക്രമണം നടത്തി എന്നുള്ളതാണ്. നേരത്തെ ഹൈഫയിലെ വടക്കൻ ഇസ്രായേലുള്ള ഹൈഫയിലെ മിലിറ്ററി ബേസിൽ ഹെസ്ബുള്ളയുടെ സായുധ സേന ഡ്രോൺ അല്ലെങ്കിൽ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ ലെബനണിലെ ബെയ്റൂത്തിലേക്ക് അവരുടെ മിസൈൽ അയച്ചിരിക്കുകയാണ്. അങ്ങനെ ലെബനനെ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹെസ്ബുള്ള ഒരു യുദ്ധമുഖം തുറന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ടെഹ്റാൻ്റെ നിലൂഫർ സ്ക്വയറിലും ആക്രമണം ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ടെഹ്റാനിലെ നിലൂഫർ സ്ക്വയറിൽ 20 പേർ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇറാൻ വാർത്താ മാധ്യമമായിട്ടുള്ള മെഹർ ന്യൂസ് ഏജൻസിയാണ് ഈ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാവിലെ തൊട്ട് വടക്ക് കിഴക്കൻ ഇറാനിൽ ഇത്തരത്തിൽ എയർ റൈഡിന് മുമ്പായി, അതായത് വ്യോമാക്രമണത്തിന് മുന്നേ ഉള്ള സൈറണുകൾ മുഴങ്ങിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ നിലൂഫർ സ്ക്വയർ എന്നതൊരു ജനവാസ മേഖലയാണ്. അവിടെ നടന്ന ആക്രമണത്തിൽ 20 സിവിലിയൻസ് അല്ലെങ്കിൽ 20 സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ, അതായത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങൾ പലതും പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഇറാൻ്റെ പൊളിറ്റിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കെട്ടിടങ്ങൾ, പ്രതിരോധ മന്ത്രാലയങ്ങൾ തുടങ്ങിയവയെ മാത്രമാണ് ലക്ഷ്യമിടുക എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി ജനവാസ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ നിലൂഫർ സ്ക്വയറിലാണ് ഏറ്റവും പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലൂഫർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ആ റെസിഡൻഷ്യൽ ഏരിയയിൽ അല്ലെങ്കിൽ ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിൽ നടന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ 20 പേർ കൊല്ലപ്പെട്ടതായി അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന അനുസരിച്ച് എയർഫോഴ്സ്, അതായത് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് ടെഹ്റാന് നേരെ ഒരു പുതിയ ആക്രമണ തരംഗം ആരംഭിച്ചു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ആദ്യ 3-ാം ദിനം ആരംഭിക്കുന്നത് തന്നെ വലിയ രീതിയിൽ ആക്രമണം കടുപ്പിച്ചു എന്നുള്ള വാർത്ത കൊണ്ടാണ് എന്നുള്ളതാണ് 4-ാം ദിനത്തിലും നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. എന്തായാലും ഇരുപക്ഷത്തും മരണസംഖ്യ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും ഇറാനിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ മരണങ്ങൾ നടന്നിരിക്കുന്നു. ഇന്നലെ ഈ ഒരു മരണസംഖ്യ 200 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 230 അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും
ഇന്നലെ ഈ ഒരു ഗേൾസ് സ്കൂളിലുണ്ടായിരുന്ന ആക്രമണത്തിൽ പരിക്കേറ്റ കൂടുതൽ വിദ്യാർത്ഥിനികൾ മരിച്ചു. അതിനു പുറമെ ഇപ്പോൾ നിലൂഫർ സ്ക്വയറിലെ ജനവാസ മേഖലയിലേക്കുള്ള ആക്രമണം, ഇവ രണ്ടും കണക്കിലെടുക്കുമ്പോൾ ഇറാനിലെ മരണസംഖ്യ ഇനിയും വർദ്ധിക്കും എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇറാനും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിലൊരു സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഒമാൻ അറിയിച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയർ ചർച്ചകൾ, അതായത് ആണവ ചർച്ചകൾ നല്ല രീതിയിൽ പോകുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇപ്പോഴും ആ ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ അടങ്ങിയിട്ടില്ല. വൈറ്റ് ഹൗസ് ഇന്നലെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഒമാൻ ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിൽ ഒരു സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നാണ് ഒമാൻ പറയുന്നത്. ഈ ഒമാനും കാര്യമായ നാശനഷ്ടം ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മധ്യസ്ഥത വഹിച്ച ഒമാനും ഇത്തരത്തിൽ ആക്രമണത്തിൽ നിരവധി വ്യാവസായിക മേഖലയടക്കമുള്ളവയ്ക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നത് ഒമാൻ ഇപ്പോഴും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ടെഹ്റാനിൽ നടന്ന ആക്രമണത്തെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് പാമ്പിൻ്റെ തല വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന ഇറാൻ്റെ വിപ്ലവ സായുധ സേനയുടെ ആസ്ഥാനം തകർത്തു എന്നാണ് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. ഭൂമിയിലെ ഏറ്റവും ശക്തമായ സൈന്യം US-ൻ്റേതാണെന്നും ഈ ഇറാൻ വിപ്ലവ സേനയ്ക്ക് ഇപ്പോൾ ഒരു ആസ്ഥാനം എന്ന് പറയാനൊരു കമാൻഡ് സെൻറ്റർ ഇല്ല എന്നും ഈ സെൻട്രൽ കമാൻഡ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 47 വർഷത്തിനിടെ 1000-ലധികം അമേരിക്കക്കാരുടെ മരണത്തിന് IRGC ഉത്തരവാദികളായിരുന്നു എന്നും അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തങ്ങൾ ആ പാമ്പിൻ്റെ തല വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം അറിയിക്കുന്നത്. ഇറാൻ വിപ്ലവസേന അതിൻ്റെ ഇൻ്റലിജൻസ് ആസ്ഥാനം, IRGCയുടെ വ്യോമസേന കമാൻഡ് സെൻറ്ററുകൾ, ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം എന്നിവയുൾപ്പെടെ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സൈന്യവും അതുപോലെ തന്നെ US-ൻ്റെ സെൻട്രൽ കമാൻഡും അവകാശപ്പെടുന്നത്. ഈ കാര്യം അല്ലെങ്കിൽ ഈ ഒരു വാദം ഇറാൻ തള്ളിയിട്ടുണ്ട്. ഇറാൻ്റെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുമ്പോഴും തങ്ങളെ പൂർണ്ണമായും തകർത്തിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഇരു ഭാഗങ്ങളിലും, അതായത് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലും അതുപോലെ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ആക്രമണ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി ടെൽ അവീവിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് സൂപ്പർ സോണിക് മിസൈലുകൾ അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ്റെ ഏറ്റവും ശക്തമായ മിസൈലായി കണക്കാക്കപ്പെടുന്നതാണ് അവർ ഷഹീദ് 136 എന്ന് പേരിട്ടിരിക്കുന്ന, ഷഹീദ് 136 എന്ന് പേരിട്ടിരിക്കുന്ന സൂപ്പർ സോണിക് മിസൈലുകൾ. ബാലിസ്റ്റിക് മിസൈലുകളെക്കാളും ഏറെ അപകടകാരികളാണ് ഈ സൂപ്പർ സോണിക് മിസൈലുകൾ. ഈ സൂപ്പർ സോണിക് മിസൈലുകളും ഇന്നലെ രാത്രി നടന്ന അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടെ നടന്ന ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഈ മിസൈൽ ശേഖരം അമേരിക്ക തങ്ങളുടെ B-2B ബോംബറുകൾ ഉപയോഗിച്ച് തകർത്തു എന്നും ഒരു വിവരം വരുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദം ഇറാൻ അംഗീകരിച്ചിട്ടില്ല. ഇറാനെതിരെ ഈ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തങ്ങളുടെ B-2B ബോംബർ ഉപയോഗിച്ച് അമേരിക്ക തകർത്തു എന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളും ഈ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഈ അവകാശവാദത്തോടെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇറാനെതിരായ സൈനിക നടപടികൾ നീളും എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ശരി, ഇസ്രയേലിൽ ജെറുസലേമിന് നേരെ രാത്രി തുടർച്ചയായി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. എന്തായാലും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ഇനിയും കണ്ടറിയേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. അതുപോലെ തന്നെ US-നും ഇസ്രയേലിനും കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയുമായി എത്തിയതോടെ ഇനി എന്തായിരിക്കാം ആ ഒരു ആക്രമണ സ്വഭാവത്തിന് പിന്നിലുള്ളത് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.